ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. ഇന്ന് സെറ്റ് പരീക്ഷയ്ക്കും നെറ്റ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എഡ്യൂക്കേഷൻ എന്നുള്ള ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെറ്റ് എക്സാം ഈ ഡിസംബറിൽ നടക്കും, സെറ്റ് എക്സാം ജനുവരിയിൽ നടക്കും. അപ്പോൾ ഈ രണ്ട് പരീക്ഷകൾക്കുള്ള കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ അവൈലബിൾ ആണ്. ലേണേഴ്സ് ഫ്രണ്ട്ലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് എഡ്യൂക്കേഷൻ എന്നുള്ള ഫീൽഡിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് മാത്രമാണ് പറയുന്നത്. UGC എന്നാൽ എന്താണെന്ന് അറിയാമല്ലോ, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. ഈ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷന് ഫണ്ട് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് അറിയാമോ? പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിലെ പല കോളേജുകളും UGCയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഈ UGCക്ക് എവിടെ നിന്നാണ് അതിൻ്റെ ഫണ്ട് കിട്ടുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നാണോ? അല്ല, സെൻട്രൽ ഗവൺമെൻറ് മാത്രമാണ് UGCക്ക് ഫണ്ട് ചെയ്യുന്നത്. ഓക്കെ, സോ UGC ഗെറ്റ്സ് ഇറ്റ്സ് ഫണ്ടിങ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദ സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ഈസ് ലൊക്കേറ്റഡ് അറ്റ്. സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ആൻസർ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. രാഷ്ട്രീയ സാൻസ്ക്രിറ്റ് വിദ്യാപീഠം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? രാഷ്ട്രീയ സാൻസ്ക്രിറ്റ് വിദ്യാപീഠം തിരുപ്പതിയിലാണ് രാഷ്ട്രീയ സാൻസ്ക്രിറ്റ് വിദ്യാപീഠം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി വിക്രം സാരാഭായ് സ്പേസ് റിസർച്ച് സെൻറ്റർ എവിടെയാണെന്ന് അറിയാമോ? ഇത് എല്ലാവർക്കും അറിയുന്നൊരു ആൻസർ ആയിരിക്കും. വിക്രം സാരാഭായ് സ്പേസ് റിസർച്ച് സെൻറ്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലേ. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം കൂടി ഇതിൽ പറയാം, എന്നിട്ട് നമുക്ക് വേറെ ചോദ്യത്തിലേക്ക് കിടക്കാം. സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി ഹൈദരാബാദാണ് ഇതിൻ്റെ സെൻറ്റർ. നമ്മൾ നേരത്തെ UGCക്ക് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് UGCയിൽ വർക്ക് ചെയ്യണം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് UGCയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. എത്ര റെപ്രസെൻറ്റേറ്റീവ്സാണ് UGCയിൽ ഉണ്ടാവുക? ഉത്തരം 2 റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 2 റെപ്രസെൻറ്റേറ്റീവ്സാണ് UGCയിൽ വർക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുമായിരിക്കും. പക്ഷെ പരീക്ഷയ്ക്ക് ഏത് മേഖലയിൽ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും. നാഷണൽ ലിറ്ററസി മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം അറിയാമോ? നാഷണൽ ലിറ്ററസി മിഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1988. 1988 നാഷണൽ ലിറ്ററസി മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അടുത്തത് മുൻപ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. API സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് API? അക്കാഡമിക് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് API. എന്താണ്? അക്കാഡമിക് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അടുത്തതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം തന്നെയാണ്. ദ അബ്രീവിയേഷൻ SCOVE സ്റ്റാൻഡ്സ് ഫോർ. SCOVE എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? SCOVE എന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ഓക്കെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷനാണ് SCOVE. ഈ SCOVE ഫൗണ്ട് ചെയ്ത ഏജൻസി ഏതാണെന്ന് അറിയാവോ? UGC ആണ് കേട്ടോ. വൊക്കേഷണൽ കോഴ്സസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ടീച്ചേഴ്സിന് വൊക്കേഷണൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നൽകാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു SCOVE എന്നുള്ള ഒരു സംഭവം UGC ഫൗണ്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. EHEI. നമ്മൾ നേരത്തെ SCOVE പറഞ്ഞ പോലെ തന്നെ EHEI എന്താണ്? EHEI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ആണ് EHEI. ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻഡെക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ റാൻഡമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ചുരുക്കം ചിലത് മാത്രമായിരിക്കും. UGCയുടെ കാര്യം കേട്ടിട്ടുണ്ടാവും, ലിറ്ററസിയുടെ കാര്യം കേട്ടിട്ടുണ്ടാവും. എന്നാൽ ചില ഏരിയാസൊന്നും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, പഠിക്കാതെ വിടുന്ന ഏരിയാസാണ്.
അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. 60 ഡേയ്സിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സമയത്തിന് പഠിക്കാം. താങ്ക് യു.